ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിയുടെ കണ്ണിൽ പെടാതെ തലനാരിഴിക്ക് നമ്മുടെ സുധി രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ് സുധി. രേവതി ആണെങ്കിൽ പിച്ചക്കാർക്ക് പൈസ കൊടുത്തിട്ട് അകത്തേക്ക് കയറിപ്പോയി അവിടെ ചെന്ന് തൊഴുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ സുധി അവിടുന്ന് പോകാൻ നോക്കുമ്പോഴത്തേക്കും ഈ സുധിയുടെ കൂടി ഒരു ചേട്ടൻ സുധിയെ വിടാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ഇവിടുന്ന് പോകും, ഇവിടുന്ന് ശരിയാവില്ല. അപ്പം നീ ഇന്നൊരു ദിവസം മുഴുവൻ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞല്ലേ, ഞാൻ യൂണിയനിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ച് വരുവാന്നൊക്കെ ആ ചേട്ടൻ പറഞ്ഞു. നീ ഇങ്ങ് വന്ന് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞാൽ ചേട്ടൻ നിർബന്ധിച്ച് സുധി അവിടെ കൊണ്ടിരുത്തുന്നു. നീ ഇവിടുന്ന് പോയാൽ ശരിയാവില്ല, നീ വന്നേന്നും പറഞ്ഞാൽ ആ ചേട്ടനാണെങ്കിൽ നിർബന്ധിച്ച് സുധി അവിടെ കൊണ്ടുപോയി ഇരുത്തുന്നു. സുധി പോകാൻ നോക്കുമ്പോൾ ചേട്ടനാണെങ്കിൽ നമ്മുടെ സുധിക്ക് മുട്ടം പണി ആ ചേട്ടൻ കൊടുത്തു. അപ്പോൾ തൽക്കാലത്തേക്ക് ഭിക്ഷക്കാരനാകാൻ വന്ന് എന്നെ ഇയാൾ ശരിക്കും ഭിക്ഷക്കാരനാക്കും എന്നിങ്ങനെ സുധി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു. അപ്പോൾ സുധി ഏക്കാൻ നോക്കുമ്പോൾ നീ ഇരിക്കടാ അവിടെ ഇരിക്കടാന്ന് പറഞ്ഞാൽ ചേട്ടൻ പിടിച്ചവിടെ ഇരുത്തുന്നു. എന്നിട്ട് ഇന്ന് നീ ഇവിടുന്ന് എഴുന്നേറ്റാ, നിന്റെ 2 മുട്ടുകാലും ഞാൻ തല്ലി ഓടിച്ച് യഥാർത്ഥ വികലാംഗനാക്കുമെന്ന് ആ ചേട്ടൻ സുധിയോട് പറയുക. അത് കേട്ടപ്പോഴേക്കും എൻ്റെ ഈശ്വര എന്തൊരു ദുർവിധിയായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി ഇങ്ങനെ തലയൊക്കെ തിരുമ്മിയാക്കി ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ. എന്നിട്ട് രേവതി വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുക. എന്നിട്ട് അയ്യോ ഇവിടുന്ന് എഴുന്നേറ്റ് പോകാനും പറ്റില്ല, പോവുകയാണെങ്കിൽ ഇയാളുടെ കാലും പിടിക്കണം, എൻ്റെ ദൈവമേ ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുധി അവിടെ വിഷമിച്ച് അങ്ങനെ ഇരിക്കും. എന്നിട്ട് മുഖം മറിച്ചിരിക്കാം എന്ന് പറഞ്ഞ് തോർത്തെടുത്ത് പഴയതുപോലെ തന്നെ മുഖം മറിച്ച് ഇരിക്കുന്നു. അപ്പോൾ അമ്മാ വല്ലതും തരണേ അമ്മാ വല്ലതും തരണേ എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടന്മാരെല്ലാം കരച്ചിൽ ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു സമയത്ത് ഈ സുധിയുടെ തൊട്ടരികിലൂടെയാണ് നമ്മുടെ രേവതി ഇറങ്ങി വരുന്നത്. അമ്മാ വല്ലതും തരണേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ രേവതി ഇങ്ങനെ അവർക്ക് പൈസ കൊടുത്തു. ആ സമയത്ത് യാചിച്ചവർക്ക് എല്ലാവർക്കും നമ്മുടെ രേവതി പൈസ കൊടുത്തു. അങ്ങനെ രേവതി എല്ലാവർക്കും പൈസ കൊടുത്തപ്പോൾ ഒരാൾ മാത്രം മുഖം മൂടി ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ മുഖം മൂടിയിരിക്കുന്ന ഈ ഒരു സമയത്ത് രേവതി ഇങ്ങനെ ഇയാളെ നോക്കുക കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്നു പോന്നിട്ട് വീണ്ടും സംശയം രേവതിക്ക് ഇത് ആരായി എന്താ എന്നൊക്കെ ഉള്ളൊരിത്. ഈ സമയത്ത് രേവതിയാണ് വീണ്ടും തിരിഞ്ഞു നോക്കിയിട്ട് നമ്മുടെ സുധിയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വിഷമിച്ച് ഇങ്ങനെ സുധി ഇങ്ങനെ സൈഡിലേക്ക് നോക്കിയിരിക്കുക. സുധിക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും അങ്ങ് പറ്റുന്നില്ല. രേവതിയാണെങ്കിൽ സുധിയുടെ ചോട്ട് ഇന്ന് പോകുന്നുമില്ല. ആ സമയം സുധി ഇങ്ങനെ നോക്കി രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ സുധി ഇങ്ങനെ എന്താ പറയണ്ടേന്നറിയാതെ അങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് രേവതി സുധിയെ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് നിങ്ങളെന്താ ഇവിടെ എന്ന് രേവതി ചോദിക്കുക സുധിയോട്. ആ സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. സുധിയാണെങ്കിൽ വല്ലാത്തൊരു ഇതിൽ മാനസികാവസ്ഥയിലിരിക്കുക. എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്ന് രേവതി സുധിയോട് ചോദിക്കുന്നുണ്ട്. എന്തിനാ ഇവർക്ക് ഒപ്പൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്നേ എന്നൊക്കെ രേവതി ചോദിക്കുമ്പോഴും സുധി ഒന്നും മിണ്ടുന്നില്ല. അമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ചേട്ടാ വല്ലതും തന്നെ ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് പസിക്കിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ നിന്ന് വരുന്നവരോടും പോകുന്നവരോടൊക്കെ പിച്ചി അയച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്താ നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി ചോദിച്ചു. രേവതിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല നമ്മുടെ സുധി. അമ്മാ വല്ലതും താമാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുധി വിളിക്കുന്നുണ്ട്. രേവതി ഇത് കണ്ടിട്ട് അങ്ങ് ഭയങ്കര വിഷമമായി. രേവതി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നോക്കുക. ആ തൊട്ടടുത്ത നിമിഷം തന്നെ രേവതി സച്ചിയെ വിളിച്ചു. അപ്പോൾ രേവതിയുടെ കോള് കണ്ട് സച്ചി എടുത്തു. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രേവതി എന്താണെന്ന് ചോദിച്ചപ്പം സച്ചിയായിട്ട് പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഏത് ക്ഷേത്രത്തിലേക്ക്? അതെ, നെല്ലിക്കോട് ദേവീക്ഷേത്രത്തിൽ അവിടെ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു. സച്ചിയായിട്ടും പെട്ടെന്ന് നിങ്ങൾ വരാൻ പറഞ്ഞു രേവതിയെ. എന്താ നിന്നെ എടുത്തോണ്ട് നടക്കൽ വഴിപാട് പോലെ നീ വേറെ എന്തെങ്കിലും വഴിപാട് നേർന്നിട്ടുണ്ടോ? അതിനാണോ എന്നെ വിളിക്കുന്നത്? ഞാനില്ല കേട്ടോ, ഞാൻ ആ ഭാഗത്തേക്കേ വരത്തില്ല എന്ന് പറയുമ്പം എൻ്റെ സച്ചേട്ടാ അതിനൊന്നും അല്ല, സച്ചേട്ടൻ ഇങ്ങ് വന്നേ, ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്, പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ എന്ത് പ്രശ്നമാണെന്ന് ചോദിച്ചു. ഇവിടെ നിങ്ങളുടെ ഏട്ടനുണ്ടെന്ന് പറഞ്ഞു. ഓട്ടക്കാരനോ? അവനെന്തിനാ അവിടെ വന്നത്? അവൻ്റെ സ്ഥലം പാർക്കല്ലേ, അവിടെയല്ലേ അവൻ കിടന്നുറങ്ങുന്നത്, പിന്നെന്തിനാ ക്ഷേത്രത്തിലേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ പറയണമെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് രേവതി പറയണു. പറഞ്ഞാലല്ലേ രേവതി ഞാൻ അറിയുള്ളൂ, ക്ഷേത്രത്തിന് മുന്നിലിരുന്ന് പിച്ച എടുക്കുക അദ്ദേഹം എന്ന് പറയുമ്പോൾ സച്ചി ഞെട്ടി. ഭിക്ഷ എടുക്കാനോ? സുധിയോ? അതേന്നേ, നീ കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കുമെന്നേ, നിനക്ക് ആള് മാറിയതായിരിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് ആള് മാറിയിട്ടൊന്നുമില്ല, അദ്ദേഹം തന്നെ ഇവിടെ ഇരിക്കുന്നതെന്ന് രേവതി തറപ്പിച്ചു പറഞ്ഞു സച്ചിയോട്. ഞാൻ ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നും പറയുന്നില്ല, സച്ചിയേട്ടൻ പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? നിനക്ക് എന്താ പറ്റി? അവൻ എന്താ പറ്റിയ? ഒന്ന് വേഗം വന്നേ സച്ചേട്ടാ ഇങ്ങോട്ട്. അപ്പോൾ ശരി ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന മധുസൂദനെയും ഭാര്യയുമാണ്. അവർ രണ്ടുപേരും കൂടെ ഇവിടെ ഇരുന്ന് ശ്രീകാന്തിനെ പറ്റി സംസാരിക്കുക. അവനിപ്പോൾ കഴിയുന്നത് റെസ്റ്റോറൻറ്റിലെ ഒരു മുറിയിലാണെന്നാണ് വർഷ പറഞ്ഞതെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ രവീന്ദ്രൻ്റെ മോനല്ലേ, അതിൻ്റെ അഹങ്കാരം എന്തായാലും അവന് കാണുമല്ലോ എന്നൊക്കെ മധുസൂദനൻ പറഞ്ഞു. ഇവിടെ 2 ദിവസം താമസിച്ചിരുന്നെങ്കിൽ റെസ്റ്റോറൻറ്റൊക്കെ വെച്ച് തരാമെന്നും പറഞ്ഞ് അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കാമെന്നാണ് ഞാൻ കരുതിയത് എന്നൊക്കെ മഹിമ ഇരുന്ന് പറയുക.
ഇനിയിപ്പോൾ അവൻ ഇവിടെ സ്ഥിരതാമസം ആക്കിക്കോളൂ എന്നും ഞാൻ വിചാരിച്ചു എന്നും മഹിമ ഭർത്താവിനോട് പറയുന്നു. ശ്രീകാന്തിനെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് മധുസൂദനൻ ഇങ്ങനെ ഇരുന്ന് ഭാര്യയോട് പറയുന്നു. അപ്പോഴേക്കും ദേ എല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് നമ്മുടെ വർഷം അങ്ങോട്ടേക്ക് കയറി വന്നു രക്ഷസിനെ പോലെ. അപ്പോൾ വർഷേ എന്താ നീ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് മഹിമ ചെയ്യുന്നു. എന്തിനാ നീ ഭാഗമൊക്കെ വലിച്ചെറിയുന്നത്? അപ്പോൾ എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല, ഇഡിയറ്റ്, അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞു. നീ ശ്രീകാന്ത് ഒരു വഴക്കിട്ടോ എന്ന് ചോദിച്ചു. ഞാൻ ശ്രീകാന്തിനെ കുറിച്ചല്ല പറഞ്ഞത്. അച്ഛൻ തേടി പിടിച്ച് എനിക്കൊരു കല്യാണം കഴിക്കാൻ ഒരുത്തനെ കൊണ്ടുവന്നില്ലായിരുന്നോ, ഒരു ജോക്കറിനെ, അവനെക്കുറിച്ചാണ് പറഞ്ഞതെന്നൊക്കെയുള്ള കാര്യം വർഷ പറയുമ്പോൾ ആര്? റോഷനോ? അവനെന്താ ചെയ്തത്? അവൻ സ്ഥലത്തില്ലെന്നാണല്ലോ കേട്ടിരുന്നത്. അവൻ ഇവിടെ തന്നെ ഉണ്ടോ റോസ്കൽ? അവൻ എൻ്റെ വണ്ടി നിർത്തി എന്നെ ബലമായി അവൻ്റെ കാറിൽ പിടിച്ച് കയറ്റിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു എന്നുള്ള കാര്യമൊക്കെ വർഷ പറയുമ്പോൾ എന്താ നീ പറഞ്ഞേ? ആ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മധുസൂദനൻ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ആ സമയത്ത് മഹിമയുമായി ഒന്ന് ഭയന്നു. സച്ചേട്ടൻ വന്നിട്ടാണ് എന്നെ രക്ഷിച്ചത്, ഇല്ലെങ്കിൽ റോഷൻ ഇന്ന് എന്നെ എന്തെങ്കിലും ചെയ്തേനേന്ന കാര്യവും വർഷ അങ്ങ് പറഞ്ഞു. മധുവേട്ടാ എന്തിനാ റോഷൻ അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ ഇതൊരു പ്ലാനാണ് മഹിമ. പ്ലാനോ? എന്ത് പ്ലാൻ? ഇത്രയും നാൾ നാട്ടിലില്ലായിരുന്ന റോഷൻ പെട്ടെന്ന് നാട്ടിലെത്തുന്നു, നിന്നെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുന്നു. സിനിമയിലെ ഹീറോയെ പോലെ അതേ സമയത്ത് തന്നെ സച്ചി അവിടെ പ്രത്യക്ഷപ്പെട്ട് നിന്നെ രക്ഷിക്കുന്നു. ഇതിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ നിനക്കെന്ന് ചോദിച്ചപ്പോൾ എന്ത് മനസ്സിലാക്കാനാണെന്ന് ചോദിച്ചു. ഇതും സച്ചിയുടെ പ്ലാനാണെന്ന് മധുസൂദനൻ പറയാം. അവൻ നല്ലവനാകാൻ വേണ്ടി റോഷനുമായിട്ട് കൂട്ടുചേർന്നുണ്ടാക്കിയ പ്ലാനാണെന്ന് പറഞ്ഞ് മധുസൂദനൻ തടി തപ്പാൻ നോക്കുമ്പോൾ അച്ഛാ എന്തെങ്കിലും പറയുമ്പോൾ അതിൽ ഇത്തിരിയെങ്കിലും ലോജിക്ക് വേണം. സച്ചിയായിട്ടും റോഷനും തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ ദേ മഹിമയും മധുസൂദനൻ അങ്ങോട്ടും കൂടെ നോക്കുക. ഇന്ന് ആദ്യമായിട്ട് അവർ കാണുന്നത് പോലും. നിങ്ങൾ എനിക്കായി കണ്ടെത്തിയ പയ്യൻ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു, അതിന് നിങ്ങളും ഒരു കാരണക്കാരാണെന്ന കാര്യം വർഷ മധുസൂദനനോട് പറയണു കേട്ടോ. നിങ്ങൾ അത് ഉൾക്കൊള്ളാതെ എന്തിനാ സച്ചിയുടെ കുറ്റം പറയുന്നേ? നിനക്ക് സച്ചിയെക്കുറിച്ച് അറിയില്ല, അവൻ അങ്ങനെ ചെയ്യും. അപ്പോൾ സ്റ്റോപ്പ് ഇറ്റാ, എല്ലാത്തിനും നിങ്ങൾക്ക് ഡൗട്ടാ. രേവതി ചേച്ചിയുടെ കാര്യത്തിലും അത് തന്നെയല്ലേ സംഭവിച്ചത്. അപ്പം ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ മോളെ. അവൾ നിന്റെ മാല. അച്ഛാ നിർത്തിക്കോ, രേവതി ചേച്ചി അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും നിങ്ങളത് എന്നെ പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കണ്ടെന്നും വർഷ പറഞ്ഞു. എനിക്ക് വേണ്ടി അവർ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വീട്ടിൽ എന്നെ അത്രയ്ക്ക് നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അതൊന്നും നിങ്ങൾക്കറിയില്ല എന്ന കാര്യവും വർഷ മധുസൂദനോടൊക്കെ പറഞ്ഞു. അപ്പം അതൊക്കെ അവളുടെ ഡ്രാമയാണ് മോളെ എന്നും പറഞ്ഞു മഹിമ പറയുന്നു. പിന്നെ നിന്നിൽ നിന്ന് കാശ് കിട്ടാനുള്ള ഡ്രാമയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ തോന്നുന്നേരം വർഷ. മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞാൽ ക്യാഷ് മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണെന്നാണോ നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത്? അതാണോ നിങ്ങളുടെ ധാരണ? രേവതി ചേച്ചി എന്നെ സ്വന്തം സഹോദരി പോലെയാണ് കാണുന്നത്. അപ്പോൾ അവളുടെ അനുജൻ ഒരു കള്ളനാണെന്ന് മധുസൂദൻ പറയുമ്പോൾ ആയിക്കോട്ടെ അച്ഛാ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? രേവതി ചേച്ചി ഒരിക്കലും മോഷ്ടിക്കില്ല. ചേച്ചിയെക്കുറിച്ച് അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണ് സച്ചിയേട്ടൻ അച്ഛനെ തല്ലിയത്. അപ്പോൾ കേട്ടല്ലോ മഹിമേ, ഇവൾ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് നീ കേട്ടില്ലേ എന്ന് മധുസൂദൻ ചോദിച്ചു. നിന്റെ അച്ഛനെ അവൻ അടിച്ചത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അടിച്ചത് തെറ്റ് തന്നെയാണ്, അതുപോലെ അച്ഛൻ പറഞ്ഞതും തെറ്റാണെന്ന കാര്യം മഹർഷി അങ്ങ് പറഞ്ഞു. അത് കേട്ടപ്പം അപ്പനും അമ്മയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇങ്ങനെ നിന്റെ മനസ്സ് മാറ്റാനാ സച്ചി റോഷനുമായിട്ട് ചേർന്ന് അങ്ങനെയൊക്കെ ചെയ്തത്. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അച്ഛാ, എനിക്കിപ്പോൾ തോന്നുന്നു റോഷനെ നിങ്ങളാ പറഞ്ഞു വിട്ടതെന്ന്. അത് കേട്ടപ്പോഴേക്കും എന്ന് പറഞ്ഞു മഹിമയും മധുസൂദനും കൂടെ എങ്ങനെ നിൽക്കുക കേട്ടോ. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മധുസൂദനൻ ചോദിച്ചു. ഞാനും ശ്രീകാന്തും പിരിഞ്ഞിരിക്കുകയാണെന്നുള്ള കാര്യം അവരെങ്ങനെ അറിയുക? അവരെങ്ങനെ അറിഞ്ഞു എന്ന് വർഷ ഇവരോട് ചോദിച്ചു. അതിന് നീ ഞങ്ങളെ സംശയിക്കുകയാണോ എന്ന് മഹിമ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം എല്ലാവരെയും സംശയിക്കാം, എന്തും പറയാവല്ലേ? നിങ്ങളെ ആർക്കും ഒന്നും പറഞ്ഞുകൂടാ അല്ലേ? നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയല്ലേ? എൻ്റെ തെറ്റാ, ഞാൻ ഈ വീട്ടിലേക്ക് വരരുതായിരുന്നു എന്ന് പറയുമ്പം എന്തോ അടിതി പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് മഹിമ അടിക്കാൻ തുടങ്ങുമ്പോൾ ശ്രീകാന്ത് ഒരു പാവമാണ്, ഞാൻ കൂടെ ചെന്നില്ലെങ്കിൽ അവൻ അവൻ്റെ വീട്ടിലേക്ക് പോലും പോകില്ലെന്നാണ് പറഞ്ഞത്. അവൻ ആകെ വിഷമത്തില്ല. എനിക്കിതിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷ പറയുമ്പോൾ നീ എന്താ പറയണേന്ന് ചോദിച്ചു. ഞാൻ പോവുകയാണെന്ന് മഹിമയോടും അച്ഛനോടും പറഞ്ഞു നമ്മുടെ വർഷ. അപ്പം നീ എവിടെ പോവാണെന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോഴേക്കും അപ്പനും അമ്മയും നടുങ്ങി ഇങ്ങനെ നിൽക്കുക. ഇതല്ലേ നിന്റെ വീടെന്ന് അമ്മ ചോദിച്ചപ്പം അല്ല, ശ്രീകാന്തിൻ്റെ വീടാണ് എൻ്റെ വീടെന്നുള്ള കാര്യം വർഷ പറയാം. പിന്നെ ഞാനേ പോവുകയാണെന്നും പറഞ്ഞ് അച്ഛനെയും അമ്മയും വെല്ലുവിളിച്ച് വർഷം ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും നിന്റെ അച്ഛനെ തല്ലിയവൻ്റെ വീട്ടിലേക്കാണ് നീ പോകുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലല്ലോ ജീവിക്കുന്നത്, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയല്ലേ ജീവിക്കുന്നത്. നിങ്ങളുണ്ടാക്കിയ പ്രശ്നത്തിൻ്റെ പേരിൽ ഞാനും ശ്രീകാന്തും അകന്ന് നിൽക്കേണ്ട കാര്യമില്ല എന്നും ഞങ്ങൾ അങ്ങനെ അകന്ന് നിന്നതുകൊണ്ട് കണ്ട് ഇഡിയറ്റൊക്കെ വന്നതിനെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കിയത്. അപ്പോൾ മോളെ ഞാൻ പറയുന്നത് നിന്ന് കേൾക്കാൻ പറഞ്ഞു മധുസൂദനൻ. അപ്പോൾ അച്ഛനൊന്നും എന്നോട് പറയണ്ട, ഞാൻ പോകാൻ തീരുമാനിച്ചാൽ ഞാൻ അത് തന്നെ ചെയ്യുമെന്നും പറഞ്ഞു നമ്മുടെ വർഷം അകത്തേക്ക് കയറിപ്പോയി. അച്ഛനും അമ്മയും ഇത്രയും നേരം വെള്ളം കോരി ഇതൊക്കെ വെറുതെ ആയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക.
ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് നമ്മുടെ സുധി ഇങ്ങനെ അവിടെ ഇരിക്കുക, എൻ്റെ പൊന്ന് സാറേ വലുതും തരണേന്ന് പറഞ്ഞ് അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ചേട്ടന്മാരൊക്കെ വിളിക്കുമ്പോൾ സുധി മാത്രം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ എടാ നീ എന്താണ് ആരെയും ഒന്നും വിളിക്കാത്ത? അപ്പം അമ്മ വല്ലതും തരണേ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി വിളിക്കുക. അപ്പോൾ നിന്റെ ശബ്ദം എന്താണ് ഇങ്ങനെ മിക്സിയിൽ കല്ലിട്ട് ഇറക്കുന്നത് പോലെ ഇരിക്കുന്നല്ലോടാ എന്നൊക്കെ പറഞ്ഞപ്പം കുറേ നേരം ആയില്ലേ അലറാൻ തുടങ്ങിയിട്ട് എൻ്റെ ശബ്ദം പോയി ഇന്ന് സുധി ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാ ദിവസം ഇത് ചെയ്യുന്നതെന്നൊക്കെ സുധി ചോദിച്ചപ്പോൾ എടാ അനിയ പിച്ച എടുക്കുന്നതിനും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടടാ, എൻ്റെ തൊണ്ട വേദനിക്കുകയാണെന്നും സുധി പറഞ്ഞു. വീട്ടിൽ ചെന്നിട്ടേ മല്ലിയും ചുക്കും ഇട്ട് ഒരു കാപ്പി അങ്ങ് കുടിച്ചാൽ എല്ലാം അങ്ങ് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുക. സാറേ വിലെന്താ സാറേ 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 എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന പിച്ച എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വരുന്നതും ഈ കാഴ്ച കാണുന്നതും. അങ്ങനെ സുധി അവിടെ ഇരുന്ന് പിച്ച എടുക്കുന്നത് നമ്മുടെ സച്ചി കണ്ടു. രേവതി സച്ചിയും കൂട്ടിക്കൊണ്ട് സുധിയുടെ അടുത്തേക്ക് വന്നു. സാറേ സാറേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സച്ചി സാറിനെ സുധി സാറ് കാണുന്നത്. അപ്പോഴേക്കും ശബ്ദമൊക്കെ നിലച്ചു, ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ നീ എന്താണ് ഇവിടെ, നിന്നോട് ചോദിച്ചോ നീ എന്താണ് ഭിക്ഷ എടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സുധി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പോൾ നീ ഒന്ന് മാറി നിൽക്കുക, ആൾക്കാർ വരുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ വല്ലതും തരണേ അമ്മ വല്ലതും തരണേ അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സച്ചി ചെന്ന അടുത്തിരുന്നു. എടാ നിനക്കത്ര വട്ടായോ എന്ന് ചോദിച്ചു സച്ചി സുധിയോട്. എന്തിനാ നീ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എടാ ഇതിനാണോ നീ ഇത്രയും പഠിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ സുധി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക. എന്താടാ നിനക്ക് പറ്റിയേ, നീ കാര്യം പറയടാന്ന് സുധിയോട് സച്ചി. നിന്നോട് തന്നെയാണോ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ സച്ചി പറയുമ്പോൾ സുധി ഒന്നും മിണ്ടുന്നില്ല. അച്ഛനും അമ്മയ്ക്ക് ഇത് അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ അദ്ദേഹത്തിനോട് എഴുന്നേക്കാൻ പറയാനായിട്ട് രേവതി പറഞ്ഞു. അപ്പോൾ എടാ നിങ്ങൾ ഇവൻ്റെ ആരാ എന്ന് ചോദിച്ചു കേട്ടോ കൂടെ ഇരുന്ന ചേട്ടൻ. അപ്പം ഇവൻ്റെ അനിയനാ ഞാൻ, ഇവൻ നല്ല വിദ്യാഭ്യാസം ഉള്ളവനാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ അവർ നോക്കിയിരിക്കാം. ഇവിടെ ഇങ്ങനെ വന്നിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാണുമ്പോൾ സങ്കടം തോന്നുകയാണെന്നും സച്ചി ആ ചേട്ടനോട് പറഞ്ഞു. എന്താ ഇവന് പറ്റിയെന്ന് അറിയില്ല, അപ്പോൾ പഠിച്ചാൽ എന്ത് പഠിച്ചില്ലെങ്കിൽ എന്ത്, തലയിൽ എഴുത്ത് നല്ലതല്ലെങ്കിൽ ഈ നിലയിലൊക്കെ ആവുന്ന കാര്യങ്ങളൊക്കെ അന്നേരം ആ ചേട്ടൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. ആ സമയത്ത് എന്ത് തലയിലെഴുത്താ, അങ്ങനെ ഒരു പ്രശ്നവുമില്ല. എൻ്റെ അമ്മ ഇവന് പാല് നെയ്യ് ബദാം പിസ്ത കുങ്കുമപ്പൂ ഒക്കെ കൊടുത്ത് നല്ല കാശ്മീർ ആപ്പിൾ പോലെ വളർത്തിയതാ ഇവനെന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഇവനെ കണ്ട തെരുവിൽ കഴിയുന്നവരെ പോലെ ഇല്ലേന്നൊക്കെ സച്ചി ചോദിക്കും കേട്ടോ. മൊത്തം കരിയൊക്കെ അടിച്ച് തേച്ച് വെച്ചിരിക്കാം, എന്തിൻ്റെ ആവശ്യം ഇവന്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇവനെന്നൊക്കെ സച്ചി ഇങ്ങനെ ചേട്ടനോടും ചോദിച്ചു. എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഒന്ന് പറയടാന്ന് പറഞ്ഞു സച്ചി ഇവനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. സുധി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ആരെങ്കിലും കണ്ടാൽ നമ്മുടെ കുടുംബത്തെ പറ്റി എന്ത് കരുതും, അച്ഛൻ്റെ പേര് കളയല്ലേ നീ എന്നൊക്കെ പറയുമ്പോഴും സുധിക്കൊന്നും മിണ്ടാൻ പറ്റാതിരിക്കാം. ഇതിനാണോ അദ്ദേഹം ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്, എഴുന്നേക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പിടിച്ച് എഴുന്നേപ്പിക്കുന്നു. എന്നെ വിടണം, 6 മണിക്ക് ശേഷം ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കോളൂ എന്ന് പറഞ്ഞു സുധി. അതെന്താടാ 6 മണിയുടെ കണക്ക്, എന്താടാ 6 മണിക്കാണ് ഇവിടെ മണി അടിക്കുക, എന്താടാ എത്ര നാളായടാ നീ ഇത് തുടങ്ങിയിട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനിന്ന് ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം വന്നതാണെന്നും പരിഹാരകർമ്മം ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവര് രണ്ടും നോക്കുക, പരിഹാരകർമ്മമോ? ആ അതെ, പരിഹാരകർമ്മം 6 മണി വരെ ഈ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് പിച്ചെടുത്ത ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുന്ന ഒരു സ്വാമിജി എന്നോട് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ സുധി പറയാം. അപ്പോഴേക്ക് സച്ചി രേവതി ഇങ്ങനെ നോക്കുക കേട്ടോ. അതാ ഞാൻ ഇവിടെ വന്നിരുന്ന് പിച്ചെടുക്കുന്നതെന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ രേവതിയും സച്ചിയും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എടാ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കണമെങ്കിലേ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കണം, അല്ലാതെ പിച്ചെടുത്ത് നടക്കൂടാന്ന് സച്ചി ചോദിച്ചു. നാണം ഉണ്ടെങ്കിൽ നീ ഇത് ചെയ്യൂടാ. അപ്പം ഞങ്ങളൊക്കെ നാണമില്ലാത്തവരാണോ? ഞങ്ങളുടെ ജോലിയെ കുറച്ച് കാണരുത് കേട്ടോ എന്നൊക്കെ സച്ചിയോട് ആ ചേട്ടന്മാർ പറയുമ്പോൾ, അയ്യോ എൻ്റെ പൊന്നു ചേട്ടാ നിങ്ങൾ അത്രക്കാരൊന്നും അല്ല, നിങ്ങളെയൊന്നും ഞാൻ പറഞ്ഞതല്ല, ഇവനെ പറഞ്ഞതാ. എഴുന്നേറ്റ് വാ പോകാമെന്ന് പറയുമ്പോൾ നീ എഴുന്നേറ്റ് പോയിക്കേ ഞാൻ വരില്ല എന്ന് പറഞ്ഞു നമ്മുടെ സുധി. എന്നിട്ട് സാറേ എന്ന് പറഞ്ഞ ഒച്ചത്തിൽ നീട്ടി വിളിക്കുക. അപ്പോൾ നിർത്തടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി. അപ്പോൾ നീ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് വെറുതെ വീട്ടിലുള്ളവരെ വിഷമിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. എടാ നീ പഠിച്ചവനല്ലേ, പിച്ചെടുക്കുകയൊന്നും അല്ല വേണ്ടത്, ജോലി അന്വേഷിക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. നിനക്ക് നല്ലൊരു ജോലി കിട്ടും ഞാനല്ലേ പറയുന്നതെന്നൊക്കെ സച്ചി ഇങ്ങനെ സുധിയോട് പറയണു. എടാ നീ എന്താ ഇങ്ങനെ, നിന്നെ എനിക്കിങ്ങനെ കാണാൻ പറ്റുന്നില്ലടാ എന്ന് സച്ചി പറഞ്ഞു. സങ്കടം വരിക നിന്നെ ഇങ്ങനെ കണ്ടിട്ടെന്നൊക്കെ പറയുമ്പോഴും സുധിക്ക് ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നോക്കിയിരിക്കുക. അനിയനെ ചേട്ടനോടുള്ള സ്നേഹം കണ്ടോ, ഇതേപോലൊരു സഹോദരൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഈ ഗതി എനിക്ക് വരില്ലായിരുന്നു എന്ന് ആ ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ സുധി, സ്നേഹോ ഇവൻ എന്നോടോ, ഇവൻ ഓരോന്ന് പറഞ്ഞാ ഞാനിപ്പോൾ പിച്ചെടുക്കേണ്ട അവസ്ഥയിൽ വരെ എത്തിയതെന്ന കാര്യമൊക്കെ പറയുമ്പം എടാ അതൊക്കെ വേറെ കാര്യം, നീ അതും ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കല്ലേ, നീ എഴുന്നേക്ക്, എന്ത് പറഞ്ഞാലും നീ എൻ്റെ ഏട്ടൻ തന്നെയല്ലേടാ എന്നൊക്കെ സച്ചി ഇങ്ങനെ സുധിയോട് ചോദിക്കുക കേട്ടോ.
നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുമോടാ, എനിക്ക് വിഷമമുണ്ട്, നീ എഴുന്നേക്കടാ, നമുക്ക് വീട്ടിൽ പോവാടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സുധി ഇരിക്കാം. നീ എഴുന്നേക്ക്, നമുക്ക് വീട്ടിൽ പോകാം, വാടാ നമുക്ക് വീട്ടിൽ പോകാം. നീ എന്നെ വിടി, ഞാൻ വരാം, ഞാൻ 6 മണി കഴിയട്ടെ, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. എനിക്ക് പരിഹാരകർമ്മം ചെയ്യണം, നീ ചെല്ലാൻ പറഞ്ഞു. അമ്മാ 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 വല്ലതും തരണേ അമ്മാ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൂവുമ്പോഴേക്കും നമ്മുടെ സുധിയുടെ പാത്രമൊക്കെ തട്ടി തെറിപ്പിച്ച് സച്ചി അയ്യോ എൻ്റെ പരിഹാരകർമ്മം അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ ഇരിക്കുമ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയുന്ന സ്വാമിജി ശരിക്കും സ്വാമിജി അല്ല, എഴുന്നേറ്റ് വരാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അന്നേരം പറഞ്ഞു എഴുന്നേക്കടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി സുധിയെ വലിച്ചു പൊക്കി എടുത്തു. എന്നിട്ട് അയ്യോ എന്തൊരു നാറ്റുപാടാ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധിയുടെ അരികിൽ നിന്ന് മാറി നിൽക്കുക. എവിടുന്ന് കിട്ടിയതാ നിനക്ക് ഈ നാറുന്ന ഡ്രസ്സൊക്കെ, ഇത് വേറൊരു പിച്ചക്കാരൻ്റെ ഡ്രസ്സാണെന്നും അതാ ഇട്ടതെന്നും പറഞ്ഞു. അപ്പോൾ നിന്റെ ഡ്രസ്സ് എവിടെ? അത് പിന്നെ എൻ്റെ പാർക്കിലെ ഫ്രണ്ടിൻ്റെ കയ്യിലാണ് ഉള്ളത്. ഓ അപ്പോൾ ആ വൃത്തികെട്ടൻ അവൻ പറഞ്ഞു തന്ന ഐഡിയ ആണോ ഇത്? അല്ല അത് പിന്നെ മിണ്ടിപ്പോകരുത്, നീ വന്നേടാ ഇങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനെയും പിടിച്ചുകൊണ്ട് പോകണം. ഈ ഒരു സമയത്ത് നമ്മുടെ രവിയേട്ടൻ അവിടെ ഇരിക്കുമ്പോൾ ചന്ദ്രമതി രവിയേട്ടന് ചായയൊക്കെ ആയിട്ട് വന്നു. കടുപ്പം കൂടുതലാണ്. ഓ നിങ്ങളുടെ രേവതി മരുമകൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് പിടിക്കും, ഞാൻ തരുന്നത് കഴിക്കും. എടി കാപ്പിപ്പൊടി കൂടുതലായിട്ടുണ്ടല്ലോ കഴിച്ച, അതിന് നീ രേവതിയിലേക്ക് വലിച്ചഴിക്കുന്നത് എന്തിനാ? എന്ത് പറഞ്ഞാലും ഉടനെ നീ രേവതിയിലേക്ക് എത്തുമല്ലോ എന്ന് പറഞ്ഞു. പഞ്ചസാര ഇടാത്തത് കൊണ്ടാണ് കഴിക്കുന്നതായിട്ട് തോന്നുന്നതെന്ന് ചന്ദ്രമതി പറഞ്ഞു. അപ്പോൾ കുറച്ച് പഞ്ചസാരയൊക്കെ ആവാം. ഓ അതൊന്നും പറ്റത്തില്ല, നിങ്ങൾക്ക് വയസ്സായ കാര്യം നിങ്ങൾ മറന്നോന്ന് ചോദിച്ചോ. അപ്പം നീ പഞ്ചസാര ഇട്ട് കുടിക്കുന്നതോ? നിനക്ക് വയസ്സായില്ലേ? എനിക്ക് വയസ്സായിട്ടൊന്നുമില്ല എന്ന് ചന്ദ്ര പറയുമ്പോൾ നീ കണ്ണാടിയിൽ പോയെന്ന് നോക്ക്. ഞാൻ എന്നും കണ്ണാടിയിൽ നോക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ കോഫി കുടിക്കാൻ പറഞ്ഞു. എടി കുടിക്കാൻ അതിന് പറ്റണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അവർ വീട്ടിലേക്ക് വരുന്ന സമയത്ത്, അതായത് സച്ചി രവതി വീട്ടിലേക്ക് വരുന്ന സമയത്ത് സുധി വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ വണ്ടിക്കകത്തിരിക്കുന്ന നമ്മുടെ സുധിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമമാവുന്ന സച്ചിക്കും രവതിക്കും മനസ്സിലായി. എന്നാലും കുറേയൊക്കെ കുളിപ്പിച്ചും ഒക്കെ കൊണ്ടുവന്നു. നീ ഇങ്ങ് വരാൻ പറഞ്ഞു. ഞാൻ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല, എന്നെ ഈ വേഷത്തിൽ കണ്ട അമ്മയും ശ്രുതിയും സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയാം. അപ്പോൾ അത് ശരിയാ, എനിക്ക് തന്നെ നിന്നെ ഇങ്ങനെ കാണുമ്പോൾ വിഷമം തോന്നുകയാണെന്ന് സച്ചി അന്നേരം പറഞ്ഞു. എന്ന് കരുതി വീട്ടിൽ കയറാതിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, നീ വാടാന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ സുധിയെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. സുധി എന്ത് പരിപാടി അവതരിപ്പിച്ചാലും അവിടെ എല്ലാം സച്ചി പ്രശ്നമായിട്ട് ചെല്ലുകയാണ്. ഇനി പരിഹാരകർമ്മം നശിപ്പിച്ചാണ് കൊണ്ടുപോകണേ. അപ്പോൾ നല്ല രസമുള്ള എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി. ബൈ ബൈ, ടാറ്റാ.